നമസ്കാരം. ഇന്ന് നമ്മുടെ വീട്ടിലെ അക്വേറിയം ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. എൻ്റെ പുറകിൽ കാണുന്നുണ്ടാവും അക്വേറിയം. അതിൻ്റെ അടിയിൽ കാണുന്ന ഭാഗം പഴയ അക്വേറിയത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ അടിയിലെ ഗ്ലാസ് പൊട്ടിപ്പോയായിരുന്നു. അത് ഞങ്ങൾ റീപ്ലേസ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ആ വെർട്ടിക്കലായിട്ടൊരു അക്വേറിയം കൂടെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തു. ഇരിക്കുന്ന ഭാഗം മാത്രമാണ് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്ത ഭാഗം. അപ്പോൾ ഇങ്ങനെ ഒരു അക്വേറിയം നമ്മളെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സംഭവം ഇത് ഗ്ലാസ് പൊട്ടിയപ്പോൾ ഒഴിവാക്കിയതാണ്. ഇപ്പോൾ വേസ്റ്റ് ഇടാൻ വേണ്ടി എടുത്തു വെച്ചേക്കാണ് നമ്മൾ. ഇതെല്ലാം ഒഴിവാക്കി നമുക്കതെടുക്കാം. ഇത് ശരിക്കും നമ്മുടെ അടിയിലെ ഗ്ലാസ്സാണ് പൊട്ടിയിട്ടുള്ളത്. ഇതാണ്ടോ ഒരു പൊട്ട് കണ്ടോ? ഈ ഗ്ലാസ് അടിയിലെ ഗ്ലാസ്സാണ് മാറ്റേണ്ടത്. വളരെ തിക്ക് കുറഞ്ഞ ഗ്ലാസ്സാണ്, ഒരു 3mm എന്ന് തോന്നുന്നു. നമ്മളതിന് വേണ്ടിയിട്ട് ഒരു 4mm അടിയിലേക്കുള്ള ഗ്ലാസ് മേടിച്ചിട്ടുണ്ട്. ആ ഗ്ലാസ് മാറ്റണം. അതേപോലെ ഇതിനൊരു വെർട്ടിക്കൽ അക്വേറിയം ആക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതാണ്ട് ഈ ഭാഗം ഫുള്ള് MCയിൽ ഇട്ട് ഉറപ്പിച്ച് വെച്ചത്. ഇത് നമുക്ക് ചിപ്പ് ചെയ്തെടുക്കണം. ചെറിയ ബുദ്ധിമുട്ടാണ്. മെല്ലെ ചിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ അതിൻ്റെ ബോട്ടം അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ച ഗ്ലാസ്സാണിത്. പിന്നെ നമ്മുടെ പഴയ അക്വേറിയത്തിൻ്റെ ഒരു സൈഡ് മൊത്തമായിട്ട് നമുക്ക് അയച്ചെടുക്കേണ്ടി വന്നു. ഇങ്ങനെ അയച്ചെടുത്തു. പിന്നെ ഒരു വിധം പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ ഗമ്മൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു പീസ് ഒട്ടിച്ചിട്ട് മറ്റേ പീസ് കൊണ്ട് ഒട്ടിച്ച് നോക്കാം. ലീക്കേജ് ഇല്ലെങ്കിൽ മാത്രമാണ് ബാക്കി അപ്ഗ്രേഡേഷൻ നടത്തുന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ പുതിയത് തന്നെ എല്ലാം ചെയ്താൽ മതിയായിരുന്നു. നമ്മൾ പഴയത് ചെയ്യാൻ പോയത് കൊണ്ടാണ് ഇച്ചിരി റിസ്ക്. എല്ലാം പുതിയ ക്ലാസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടി നടക്കും. നമുക്ക് ഒട്ടിച്ചെടുക്കാം ഈ സൈഡിലും കൂടെ. നമുക്ക് മൂന്നാമത്തെ പീസ് വെച്ച് കൊടുക്കാം. സിലിക്കോൺ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ പരന്നു പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. അതേപോലെ നമ്മുടെ കൈയും കാര്യങ്ങളൊക്കെ ഈ ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. കൂടുതൽ പരന്നു പോകാതിരിക്കാൻ നമുക്ക് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈ സൈഡിലെ ഗ്ലാസ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം ഓരോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കണക്കം തട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടി മാസ്കിംഗ് ടേപ്പ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ പക്കലുള്ള ഇൻസുലേഷൻ ടേപ്പോ സെലോ ടേപ്പോ നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പഴയ അക്വേറിയം ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വലിയ കാര്യമായിട്ട് കുറച്ച് നമ്മൾ വാരി കൊണ്ടേക്ക് വന്നു. ഇത് നമ്മുടെ വെർട്ടിക്കൽ അക്വേറിയത്തിന് വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ആണ്. അതിൻ്റെ ഒരു സൈഡ് ഗ്ലാസ് ആണ്. ഇത് ഏകദേശം 60 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. ഗം അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പരന്നു പോകാത്ത രീതിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാസ്കിംഗ് ടേപ്പ് ഈ ടേപ്പ് ഒന്ന് അപ്ലൈ ചെയ്യാം. മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് നിങ്ങൾ അക്വേറിയം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ വൃത്തിയായിട്ട് തന്നെ കിട്ടും. ഇതിൽ കൂടുതലായിട്ട് ഇതിൽ പശ തേക്കുന്ന ഭാഗമൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ നമ്മുടെ ഈ ഗ്ലാസിൻ്റെ ബോട്ടവും അതേപോലെ 3 സൈഡും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ടോപ്പ് സൈഡ് മാത്രമാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. 4 സൈഡ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. 4 സൈഡ് ഒട്ടിച്ചതിന് ശേഷം 5ാമത്തെ സൈഡ് ഒരു സൈഡ്, ഇത് വെർട്ടിക്കൽ അക്വേറിയത്തിന് ഇത്രയും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുള്ളൂ. ഇത് ലാസ്റ്റത്തെ പണിയാണ്. മേലെ ഭാഗം കൂടെ നമ്മൾ ഗമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് വെക്കുകയാണ്, ആ ഗ്ലാസും കൂടെ വെക്കുക. ഇതോടുകൂടി നമ്മുടെ വെർട്ടിക്കൽ അക്വേറിയത്തിൻ്റെ പണിയും അതേപോലെ ബോട്ടം വെക്കാനുള്ള പഴയ അക്വേറിയത്തിൻ്റെ പണിയും 100% കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കത് ഈ ഗമ്മൊക്കെ ഒന്ന് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ അക്വേറിയത്തിൻ്റെ ഗമ്മിട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞു. അതായത് ഇന്നലെ രാത്രിയാണ് വെച്ചത്. ഇന്നത്തേക്ക് എടുത്തു ഒട്ടിച്ച് ഒരുവിധം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സിലിക്കോണിൻ്റെ ഗണ്ണ് അത്ര ക്ലിയർ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗമ്മ് നല്ലപോലെ
പരന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് സ്പ്രെഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂസിന് ആയതുകൊണ്ട് വലിയ മാർക്കിംഗ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ മാർക്ക് ഇടാനൊന്നും പോകുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതിനായതുകൊണ്ട് വലിയ പ്രശ്നമില്ല, നമുക്ക് വീട്ടിൽ വെക്കാനാണല്ലോ. പിന്നെ ട്രാൻസ്പെറൻ്റ് ആണ് സിലിക്കോൺ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വൃത്തികേടും കാര്യങ്ങളൊന്നും അറിയില്ല. അതിൻ്റെ ഉള്ളിൽ സാധനവും ലൈറ്റൊക്കെ വരും. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ പൊളിച്ചതിന് ശേഷം നമുക്ക് എന്താക്കാം, ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളം നിറയ്ക്കാനുള്ളത് നോക്കാം. ഇതിൻ്റെ പഴയ ഒരു സീനറീൻ്റെ ഫോട്ടോ ഉണ്ട്, നമ്മൾ അത് തന്നെ ഇതിൽ ഒട്ടിക്കാൻ പോകും കേട്ടോ. ഇത് കറക്റ്റായിട്ട് ഒട്ടിക്കാം. നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് ഭംഗിയൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ അക്വേറിയം റെഡി ആയിട്ടുണ്ട്. ഇനി വെർട്ടിക്കൽ അക്വേറിയം അതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാം. ഇത് വെച്ചപ്പോൾ തന്നെ ഇതിൻ്റെ അളവിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഒരു സൈഡിൽ ഗ്ലാസ്സിന് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്, അപ്പോൾ ഒരു ചെരിവുണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനം വെച്ചു, ഇങ്ങനെ നിൽക്കണം ശരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം ഫിറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള കല്ലും സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യുക, പ്ലാന്റുകൾ ഫില്ല് ചെയ്യുക, വെള്ളം നിറയ്ക്കുക, മീനിടുക, അത്രയും പരിപാടികളുണ്ട്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ കളർ കല്ലുകൾ പഴയ അക്വേറിയത്തിൽ നമ്മൾ ഉപയോഗിച്ച കല്ലുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിലെ നമ്മൾ ബാക്കി ഫില്ല് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബേബി മെറ്റൽ അല്ലെങ്കിൽ ചിപ്സ് എന്നൊക്കെ പറയുന്ന സാധനം നല്ലപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് അതിലിട്ടേക്കുന്ന. പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ ലൈവ് പ്ലാന്റുകളാണ്. നമ്മുടെ നേരത്തെയുള്ള പോണ്ടിലും അതേപോലെ നേരത്തെ അക്വേറിയത്തിലും ഉപയോഗിച്ച അതേ പ്ലാന്റുകൾ തന്നെയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അക്വേറിയത്തിലെ ഓക്സിജൻ്റെ ഒരു അളവിനെയൊക്കെ അത് നന്നായി ബാലൻസ് ചെയ്തോളും. അതേപോലെ ഒരു ചിരട്ട കൊണ്ട് ഒരു വീട് പോലെ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ അതിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതിൽ കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുന്നുണ്ട്. സാധാരണ കല്ലുപ്പാണ് എടുക്കുന്നത്, കുറച്ച് ഇട്ട് കൊടുക്കുക. ഇതിലാകുമ്പോൾ വേണ്ട കൂടുതലായി കഴിഞ്ഞ് ചെടിയൊക്കെ ചീഞ്ഞു പോകും. ഉപ്പും കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്ലാന്റ് ആയിട്ടുണ്ട്. ഇനി മേലെ വെർട്ടിക്കൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടെ സെറ്റ് ചെയ്ത് വെള്ളം നിറയ്ക്കാനുള്ള പരിപാടി കേട്ടോ. നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലേക്ക് ഇതിലേക്കുള്ള ഈ അക്വേറിയത്തിലേക്കുള്ള ഒരു ഇതാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അടിയിൽ വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിൽ നിങ്ങൾക്ക് വെള്ളം നിറയുമ്പോൾ കാണാം. ഓക്കെ, ഇനി നമുക്ക് മെല്ലെ മെല്ലെ വെള്ളം നിറയ്ക്കാം. നമ്മുടെ പഴയ അക്വേറിയത്തിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. വെർട്ടിക്കൽ അക്വേറിയത്തിലേക്ക് ഇനി വെള്ളം കയറ്റേണ്ട പരിപാടിയാണ്. അതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ വാട്ടർ ലെവലൊക്കെ നോക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ, കണ്ടോ, അതിൻ്റെ ഒരറ്റത്ത് തെർമോക്കോൾ ഫിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതുകൊണ്ട് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കാൻ. അതിൻ്റെ തെർമോക്കോളുള്ള ഭാഗം നമ്മൾ മെല്ലെ താത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വിട്ടു കൊടുക്കണം. ഓക്കെ, അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് എയർ ആണുള്ളത്. അതിൻ്റെ മറ്റേ എൻഡ് നമ്മുടെ വായിലോ വെച്ചിട്ട് ശ്വാസം ഇങ്ങോട്ട് വലിച്ചെടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും വാക്വം വെച്ചിട്ട് വലിച്ചെടുക്കുക. ഏകദേശം ഞാൻ കാണിച്ചു തരാം. നോക്കിയോ, ഈ നിങ്ങൾ വെർട്ടിക്കൽ അക്വേറിയത്തിലേക്ക് നോക്കിയോ, നമുക്ക് ഇവിടുന്ന് ഞാൻ അതിൻ്റെ ഉള്ളിലെ എയർ ഇങ്ങോട്ട് വലിച്ചെടുക്കുക. കണ്ടോ, ഇത്രയും ഭാഗം ഇനി കയറി. ഇനി ഇത്രയും ഫില്ല് ചെയ്യുക, ബാക്കി എയർ വലിക്കുക. അങ്ങനെ നമ്മൾ ഇത് ടോപ്പപ്പ് ചെയ്ത് കൊണ്ടുവരണം.
നമുക്ക് മീനിനെ വിടാം. അങ്ങനെ നമ്മുടെ അക്വേറിയത്തിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വെർട്ടിക്കൽ അക്വേറിയം സെറ്റാണ്. ഇതിലേക്ക് മീനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോയെന്ന് വരും ദിവസങ്ങളിൽ അപ്ലോഡിൽ കാണാം. നമ്മൾ ഇത് കണ്ട ഒരു ചിരട്ടയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു വീട് പോലെയൊക്കെ സെറ്റാക്കി ഒക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ അക്വേറിയം? ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.